യാത്ര ചെയ്യാൻ സമയത്ത് പ്രാർത്ഥന എന്ത് പോകുന്നവരുണ്ട്? നല്ല കൂട്ടുകാരെ അടുത്ത ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂളിൽ പോകുന്ന സമയത്തും ഈ ഒരു യാത്രയിൽ പോകുന്ന സമയത്തൊക്കെ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. അത് നമ്മളെ സഹായിക്കും. ആവശ്യകത എന്താണ് സുവിശേഷം? ഗുഡ് ന്യൂസ്. ദാരിദ്ര്യവും നമ്മുടെ ഭൗതിക ദാരിദ്ര്യവും കർത്താവ് ഏറ്റെടുത്തിട്ട് അവൻ്റെ പ്രോസ്പിരിറ്റി, അവൻ്റെ സമ്പന്നതയോട് കർത്താവ് നമ്മൾ നിറച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കേഴ്സുകളെയും എല്ലാ ശാപങ്ങളെയും കർത്താവ് ഏറ്റെടുത്തിട്ട് അവൻ്റെ വലിയ ബ്ലെസ്സിങ്സ്, അവൻ്റെ സ്വർഗീയമായ അനുഗ്രഹം കൊണ്ട് ഇത്രയും പാക്കേജ് ചേർന്നതാണ് അവൻ്റെ രക്ഷ എന്ന് പറയുന്നത്, അവൻ്റെ സാൽവേഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നതിന് ശേഷമാണ് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കടന്നുപോയത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് കർത്താവിൻ്റെ പുനരാഗമനമാണ്, അവൻ്റെ വീണ്ടും വരവാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലുതായ പ്രതീക്ഷ നൽകുന്നതായ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ 600-ലധികം പദങ്ങൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. ഈ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ